നമ്മളെല്ലാവരും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ക്രിസ്മസ് ഫ്രണ്ട് ഇട്ട് അടിപൊളിയാക്കാൻ ഞാൻ ആലോചിക്കുകയാണ് ഗായ്സ്. പേപ്പർ കുലുക്കാൻ വേണ്ടി പോണേ ഗൈസ്. അപ്പൊ ഇതിന്റെ ബർത്ത്ഡേ ഡ്രസ് ആയിരുന്നു. കുഞ്ഞാറ്റ മതിയോ? ആണോ? അതെ, ഞാൻ ഈ പേപ്പറിൽ എഴുതി കണ്ടിട്ടുണ്ട് ഗൈസ്. പേപ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഗായ്സ്. വാ വാ ഞാൻ നിന്നെ കൊല്ലോ. പേരന്റെ ഉള്ളിൽ പേനയില്ലാന്ന്. സ്വാഗതം ഗായ്സ്. അപ്പൊ ഞാൻ നമ്മുടെ ക്രിസ്മസിൻ്റെതായിട്ടുള്ള ഒരു കോസ്റ്റ്യൂമിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ബുധനാഴ്ച അല്ലേ നമ്മുടെ ക്രിസ്മസ് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ക്രിസ്മസിന്റെ ഭാഗമായിട്ട് അടിച്ചോട്ടെ എന്നെ പോലെ ഇരിക്കാന്നാണ് ഗൈസ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ക്രിസ്മസ് ഇങ്ങ് അടുത്തായിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് ഗായ്സ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ചെയ്യാൻ വേണ്ടി പോകുന്നതല്ല, ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ളൊരു ഗെയിമാണ് നമ്മളിന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുക എന്താന്ന് പറയൂ ഗായ്സ്. ഒന്നുകൂടി. യെസ്, ഓക്കെ. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഗായ്സ്, നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലേ, അപ്പോൾ നമ്മുടെ സ്കൂളിലായാലും കോളേജിലായാലും ഒക്കെ നമ്മൾ ക്രിസ്മസ് ടൈം ആകുമ്പോഴേക്കും നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് ഇടും അല്ലേ? അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ട് ഇടുന്ന എല്ലാവർക്കും അറിയത്തില്ല. നമ്മൾ പേപ്പറിൽ എല്ലാവരുടെയും പേര് എഴുതിയിട്ട് കുലുക്കി ഇടും. അപ്പോൾ ഓരോരുത്തരുടെ ടേൺ ആകുമ്പോൾ അവർ വന്ന് എടുക്കും. അങ്ങനെ അവർക്ക് കിട്ടുന്ന ആൾക്ക് എന്ത് ചെയ്യും, ക്രിസ്മസിൻ്റെ അന്ന് അവർക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും അല്ലേ? അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ പണ്ട് അയൽക്കൂടത്തിൽ പോകുന്ന ടൈമിൽ അയൽക്കൂടത്തിലൊക്കെ ഗിഫ്റ്റ് ഇടുമായിരുന്നു. അതുപോലെ സ്കൂളിൽ, അതുപോലെ നമ്മുടെ സ്കൂൾ ബസ്സിലൊക്കെ ക്രിസ്മസ് ഫ്രണ്ട് ഇടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അയൽക്കൂട്ടമൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മച്ചീൻ്റെ അയൽക്കൂടത്തിലൊക്കെ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഇടും. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസിന് എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലുള്ളവരെ, അതായത് നമ്മളെല്ലാവരും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ക്രിസ്മസ് ഫ്രണ്ട് ഇട്ട് അടിപൊളിയാക്കാൻ ഞാൻ ആലോചിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ക്രിസ്മസിന് അതൊരു എന്താ പറയുക, ഒരു ഗെയിമാണ്, എല്ലാം ത്രില്ലിംഗ് ആണ്, ഫുൾ വൈബാണ് അല്ലേ ഗൈസ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രിസ്മസ് ഫ്രണ്ട് ഇടാം അല്ലേ? അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ക്രിസ്മസ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഓർമ്മ തന്നെയാണ്. കാരണം അതൊന്നും മറക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളാണ് അല്ലേ? ക്രിസ്മസ് ഫ്രണ്ട് കിട്ടുന്നത് അതൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് അന്ന് നമ്മൾ ഈ ആറ്റ് നോറ്റിരുന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്ന ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. അവരെന്തായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക, എന്താണ് അത് അൺബോക്സ് ചെയ്ത് നോക്കാനൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു സന്തോഷമൊക്കെ നമുക്കുണ്ടാവൂലേ? അപ്പോൾ അത് എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട ഗായ്സ്, നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നൊരു അടിപൊളി ക്രിസ്മസ് ഫ്രണ്ട് ഇട്ട് സെറ്റാക്കാനാണ് ഗായ്സ് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഒരു പേപ്പറും പേനും എടുത്ത് നമുക്കകത്ത് നമ്മുടെ എല്ലാവരുടെയും പേരെഴുതി ഫസ്റ്റ് എന്ത് ചെയ്യണം, മടക്കി കയ്യിലാക്കാം. അപ്പോൾ ഞാനാണ് ഇന്നത് എഴുതി എന്ത് ചെയ്യാൻ പോകുന്നത്, എന്താ കുലുക്കി എല്ലാവർക്കും ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ നെയിം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ചില സാഹചര്യത്തിൽ ഗായ്സ് ഇങ്ങനെ ക്രിസ്മസ് ഫ്രണ്ട് ഇടുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പേര് തന്നെ കിട്ടും. അതാണ് ഏറ്റവും വലിയ കോമഡി ആയിട്ടുള്ളത്, നമുക്ക് നമ്മുടെ പേര് തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇടുമ്പോൾ നല്ല രസം, ഭയങ്കര കോമഡിയാണ് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. അവർ കൊടുക്കുന്ന ഗിഫ്റ്റ് കാണാൻ ഭയങ്കര ആകാംക്ഷയായിരിക്കും. അങ്ങനെ കുറച്ച് എന്താ പറയുക, ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് വേഗം എന്ത് ചെയ്യാം, ക്രിസ്മസ് ഫ്രണ്ട് ഇടാം അല്ലേ? ഓക്കെ ഗായ്സ്, ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പം ഞാനിതേ ഒരു പേപ്പറും പേനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പേനയ്ക്ക് അടപ്പൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. പേൻ്റെ സൗന്ദര്യമെല്ലാം നമ്മൾ നോക്കുന്നത് ആണോ? അല്ല. എവിടെ പോയിരുന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മേത്ത് കയറും, ഉറുമ്പിനെ ഓടിച്ചാണ്. അപ്പോൾ നമ്മുടെ പേപ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഈ പേപ്പറിനകത്ത് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ നെയിം എഴുതാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ വാവാറ്റേൻ്റെ അമ്മച്ചീൻ്റെ മമ്മേൻ്റെ പൈങ്കിളിൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ 5 പേരാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ക്രിസ്മസ് ഫ്രണ്ട് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി പേരുകൾ സ്വന്തം കിട്ടുമോയെന്ന് എനിക്ക് നല്ല സംശയം ഇല്ലാതില്ല. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം, എഴുതി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പേപ്പർ 5 പീസായിട്ട് നമുക്ക് മുറിക്കാം അല്ലേ? 5 പീസായിട്ട് മുറിക്കാം. അപ്പോൾ കുട്ടിമണിനെ അറിയാൻ പറഞ്ഞിട്ടുണ്ട്, അവരെ കൂടെ കൂട്ടണോ? അവരെങ്ങനെ നമുക്ക് ഗിഫ്റ്റ് തരൂലേ? അല്ല, അവരെ കൂടെ നമുക്ക് കൂട്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാം. അതെ.
അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങളോട് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ക്രിസ്മസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് ഗിഫ്റ്റ് തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നേക്ക്, സന്തോഷമുള്ളൂ. അപ്പം എന്താ പറയുക, സ്നേഹത്തോടെ തന്ന സമ്മാനമായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും സ്വീകരിക്കുന്നതാണ്. അപ്പം എന്നെ ഇഷ്ടമുള്ളവരൊക്കെ എനിക്ക് ഗിഫ്റ്റ് അയച്ചു തന്നെ കേട്ടോ ഗായ്സ്. അപ്പോൾ ആർക്കെങ്കിലും എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് പ്രൊഫൈലിലും അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മുടെ ഇൻസ്റ്റൻ്റെ പ്രൊഫൈൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 5 പീസാക്കി നമുക്ക് മുറിക്കാം ഗായ്സ്. അപ്പോൾ ഞാനിത് 5 പീസായിട്ട് നമ്മുടെ പേപ്പർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ, അല്ലേ? ഓക്കെ. അപ്പോൾ അതെ എങ്ങനെയൊക്കെയോ ആക്കിയിട്ടുണ്ട്. നമുക്ക് സ്കെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് കൈ ഉണ്ടല്ലോ. അപ്പോൾ അതെന്നെ വലിയ ധാരാളമാണ്, ആണോ? അതെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓരോരുത്തരുടെയും പേരെഴുതാം, അല്ലേ വാവാറ്റി? വരും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആരുടെ പേര് എഴുതുന്നേ? നമുക്ക് മമ്മേൻ്റെ പേര് എഴുതാം. മമ്മ എഴുതിയാൽ പോരെ? മമ്മ തന്നെ മതി. അപ്പം മമ്മ നമുക്ക് എഴുതാവേ. അതാ പേര് തെളിയുന്നില്ല. മായാജാലമായിട്ടുള്ള എഴുത്താണോ? അതെ, മായാജാലം എഴുത്ത്. ഇനിയിപ്പോൾ പേന എടുക്കാൻ ഞാൻ പോണോ? ഗായ്സ്, ഞാൻ പുതിയ പേന എടുത്തിട്ട് തരാം. ടോപ്പില്ലാതെ കണ്ടപ്പോഴേ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു പേനേൻ്റെ ഉള്ളിൽ പേനയില്ലാന്ന്. മഷി അല്ല, ഈ പേന ലൈറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. എന്ത് ഇങ്ക് കാണാം. അങ്ങനെയാണ് ആരെങ്കിലും ശശിയാവാൻ കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് ആരെഴുതാം? മമ്മേനെ എഴുതാം അല്ലേ? ഇതാണ് അതിൻ്റെ അപ്പുറമാണോ? മമ്മ. ഓക്കെ, ഇങ്ങനെയൊക്കെ വായിക്കാൻ പറ്റില്ലേ? ഓക്കെ, മമ്മാനെ എഴുതി കൊടുക്കാം. അടുത്ത ആരെ എഴുതുന്നേ? അമ്മച്ചി. അമ്മച്ചി എഴുതാം അല്ലേ? അമ്മച്ചി അല്ലേ? അതെ. ഇനി അടുത്ത ആരെന്നെ എഴുതാം? വാവാറ്റിനെ എഴുതാം അല്ലേ? ആ വാവാറ്റ പൊട്ടൻ എവിടെ? കണ്ടില്ലല്ലോ. പൊട്ടത്തി എവിടെയാന്ന് അറിയത്തില്ല. ഓ വാവ്, വാവാട്ടാന്നാക്കുന്നു അല്ലേ? അപ്പോൾ ഇത് വാവാറ്റേനെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. ഇനി നമ്മളാരാണ്? പങ്കൻ. ഓക്കെ, അപ്പം നമ്മളിത് അടുത്ത പൈങ്കിളിൻ്റെ പേര് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടി പറയാ. ആ, ഇനി അടുത്തത് ആരെയാ? ഡയാന മഹത്. ഞാനല്ലേ? ആണോ? അതെ. അപ്പൊ ഞാൻ എൻ്റെ പേര് ഡയാന എഴുതണോ കുഞ്ഞാറ്റാന്ന് എഴുതണോ? കുഞ്ഞാറ്റ്. ഓക്കെ, കുഞ്ഞാറ്റാന്ന് എഴുതാം. കുഞ്ഞ് പാറ്റാന്ന് വേണോ, വെള്ള പാറ്റാന്ന് വേണോ, കുഞ്ഞാറ്റ വേണോ, കുഞ്ഞ് പറ്റ വേണോ, എന്താ വേണ്ടേ? കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ മതിയോ? ഓക്കെ, കുഞ്ഞാറ്റ എഴുതാം. ആരുടെ ഡ്രസ് എടുത്തിട്ടേക്കുന്നേ? ഗായ്സ്, അപ്പൊ ഇതിന്റെ ബർത്ത്ഡേ ഡ്രസ് ആയിരുന്നു. ആകെ 2-3 പ്രാവശ്യമാണ് ഗൈസ് ഞങ്ങൾ ഉടുപ്പിടാറുള്ളൂ. ഭയങ്കര മടിയാണ്. ജീൻസ് ഷോർട്സ് ഒക്കെയാണ് ഇഷ്ടം. ഓക്കെ, അങ്ങനെ നമ്മുടെ 5 പേരുടെയും പേര് ഞാൻ ഈ പേപ്പറിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് അറിയോ? ഇത് തന്നെ ഞാൻ തന്നെ സ്വന്തം കുലുക്കിയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ തന്നെ ആദ്യം ഒരെണ്ണം എടുക്കാം. അതും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് എടുക്കണം. എന്താ വേണ്ടത് നിങ്ങൾ? നമുക്ക് എല്ലാവർക്കും കൂടെ വട്ടത്തിൽ ഇരുന്നിട്ട് കുലുക്കി എടുത്താലോ? ആ, എന്നാ അങ്ങനെ ചെയ്യാം. അതല്ലേ നല്ലത്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്നാല് എല്ലാരെയും വിളിച്ച് സെറ്റ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യാം. ഏയ് തീവ്രവാദി, ഞാൻ നിന്നെ കൊല്ലോ. A few moments later. ഗായ്സ്, അങ്ങനെ നമ്മളിത് ഫ്രണ്ട് ഇടാൻ വേണ്ടിട്ട് പോവല്ലേ? ആണോ? അതെ. യെസ് ഗായ്സ്, അപ്പൊ ഇവിടെ എല്ലാവരും നിരന്നിരിക്കാണ് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഇടാനുള്ള പേപ്പർ ഇതാ എന്റെ കയ്യിലുണ്ട് ഗായ്സ്. അപ്പൊ നമ്മുടെ റൂൾ എന്താ ഗായ്സ്? ഞാനിതൊക്കെ കുലുക്കി 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 നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തൂടെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റി, മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങള് ഇതിനകത്ത് ഞാൻ എടുക്കുന്നത് കണ്ണടച്ചിട്ട് ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കണം. ആ പേപ്പർ എടുത്ത് നിങ്ങൾ തുറന്നു നോക്കണം. തുറന്നു നോക്കുമ്പോ ആരെയും കാണിക്കാൻ പാടില്ല, അതാണ് നമ്മുടെ റൂള്.
ആരെയും കാണിക്കാൻ പാടില്ല, ഒളിച്ചിരുന്ന് വേണം നോക്കാൻ. അടുത്തിരിക്കുന്നവർ ഒളിഞ്ഞു നോക്കാനും പാടില്ല, മനസ്സിലായല്ലോ? ഒളിഞ്ഞു നോക്കാൻ പാടില്ല. പിന്നെ ഈ പേപ്പർ കിട്ടിയ ആളുടെ പേര് ആരോടും പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഗെയിമിന്റെ റൂള്. എന്നിട്ട് ഈ വന്നിരിക്കുന്ന പേര് ഇപ്പൊ എന്റെ പേര് തന്നെ എനിക്ക് കിട്ടിയെന്ന് ഓർക്ക് മാറ്റിയിടണം. അപ്പൊ പറയണം പേര് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇടാം. സ്വന്തം gift കൊടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ ഗായ്സ്? റെഡി അല്ലേ? ഞാൻ നമ്മുടെ പേപ്പർ കുലുക്കാൻ വേണ്ടി പോണേ. വലിയ ബിഗ് പറച്ചിലാണ് അവിടെ പൈക്കിളി. ഓക്കെ, തുറക്കല്ലേ? ഞാൻ എടുത്താ അമ്മച്ചി എടുത്തോ. ആ എടുത്ത അമ്മ എടുത്തോ. കണ്ണടക്കണേ, എടുത്തോ. ഞാൻ എടുത്തോ. ഇനി നമുക്ക് നൈസ് തുറന്നു നോക്കാവേ. എല്ലാരും തുറന്നു കാണിക്കാൻ പാടില്ലേ? ക്യാമറ കാട്ടട്ടെ. അപ്പൊ ഫസ്റ്റ് ഇതിൽ തന്നെ ആർക്കും ആരുടെ സ്വന്തം പേര് കിട്ടിയിട്ടില്ല. ഇനി ആരും പറയണ്ട, മനസ്സിൽ വെച്ചോളാം. മനസ്സിലായോ? ഇനി എല്ലാരും പേപ്പർ തിരിച്ചിട്ടോ. അവന്റെ കൈക്ക് എന്നാ തണുപ്പാ? എന്റെ കൈക്ക് ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഇവര് കള്ളക്കളി കുട്ടിമണിയുടെ ഫ്രണ്ട്. കുട്ടിമണിയുടെ ഫ്രണ്ട്. കുട്ടിമണി എന്തേലും മടിയിൽ വെച്ചോ. ദൈവമേ, അതിനതൊക്കെ സായുജ്യ അടയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ കുട്ടിമണിക്ക് നമ്മള് തൊപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന പെഡിഗ്രിയാണ് കേട്ടോ ഗായ്സ്. കുട്ടിമണി നമുക്ക് സമ്മാനമായിട്ട് തരാൻ പോകുന്ന ഉമ്മയാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരും ആരുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല, മനസ്സിലായോ? ഇനി എന്താക്കണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ അവർക്ക് വാങ്ങി സമ്മാനിക്കണം. അവരുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൊടുക്കണ്ടേന്നറിയോ? ക്രിസ്മസിന്റെ അന്ന് നമ്മള് ഗിഫ്റ്റ് കൈമാറും. മനസ്സിലായല്ലോ? മനസ്സിലായോ? അങ്ങനെ നമ്മള് ഫ്രണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അമ്മച്ചി? ഹാപ്പിയാണോ അമ്മച്ചി? യെസ്. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ അമ്മേ? അവിടെ കുട്ടൂച്ചിന് ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് ഇനി ക്രിസ്മസിന്റെ അന്നാണ് നമ്മുടെ ഗിഫ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത് ഗായ്സ്? കൊടുക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? മാഗിക്ക് തൊപ്പി നമ്മൾ ഇടൂട്ടോ ഗായ്സ്. പക്ഷെ ഒരു കാര്യം, അവൾ അയച്ചു വിട്ട് കഴിഞ്ഞാ പിന്നെ എന്താ അവസ്ഥ? കിർമസ് ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. വെളച്ചിന്റെ അവളെ പിടിക്കാൻ ഓടണം ഗൈസ്. ഏതായാലും നമ്മൾ അവൾക്ക് തൊപ്പി അവൾക്ക് എന്തായാലും നമ്മള് തൊപ്പി നമ്മൾ കടിച്ചെറിയും, അത് ഉറപ്പാണ് ഗായ്സ്. ഇപ്പൊ നമുക്ക് മാഗിക്കും കൂടി തൊപ്പി ഇട്ട് കൊടുക്കാം. ഇനി അവക്കൊരു വിഷമം വേണ്ട കേട്ടോ. മാഗുട്ടാ അതാ നമ്മുടെ മാഗി അസലായിട്ട് കൂടൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്തായാലും തുള്ളി ചാടി നമുക്ക് മാഗിയും കൂടി തൊപ്പിട്ട് തൊപ്പി കടിച്ചു കളയാൻ പാടില്ല. തൊപ്പിട്ടെ. മാഗി തൊപ്പിട്ടല്ലോടാ. മാഗി തൊപ്പിട്ട് മാഗൂട്ടാ എന്താ കുട്ടി? മാഗിക്ക് തൊപ്പി നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവളുടെ കയ്യിൽ കൂടുതൽ നേരം തൊപ്പി ഇരുന്നാ ചന്നം ഭിന്നമായി പോകും. അപ്പൊ നമ്മൾ
എന്നാലും നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട് ക്രിസ്മസിന്റെ അന്നാണ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൾക്കാരുടെ ഇഷ്ടം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടുതൽ നല്ലത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഉപകാരമുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. അമ്മച്ചിക്ക് ഉറക്കം വരുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. അമ്മച്ചി മടിച്ചാവണം കേട്ടോ. ഈ കൊച്ചിന് തൊപ്പിക്ക് പങ്ങനെ തൊപ്പിക്ക് ജീവനുണ്ടെന്ന കാഴ്ച തോന്നുന്നത്. അപ്പൊ ക്രിസ്മസിന്റെ അന്ന് നമ്മള് ഗിഫ്റ്റ് കൈമാറി ചെയ്യും അല്ലേ? അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഇടുന്ന വീഡിയോ ഇത്രയുള്ള ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സൂപ്പർ വീഡിയോയുടെ വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ. കുട്ടി ബൈ ബൈ കൊടുക്ക്. എവിടെ ബൈ 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 ബൈ. ക്രിസ്മസ് സ്പെഷ്യൽ വ്ലോഗും വരുന്നുണ്ടേ, കാണാൻ മറക്കരുത് ഗൈസ്.